ശരിക്കും മനസ്സിൽ തട്ടി ഒരു മണ്ഡലത്തിൻ്റെ മൊത്തം വികാരം ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങളുടെ സ്കൂള്, നമ്മുടെ സ്കൂള്, ചെമ്പൂർ സ്കൂൾ നമ്മുടെ മണ്ഡലത്തിൻ്റെ അഭിമാനമായി മാറി. പ്ലസ് വണ്ണിന് അപേക്ഷകൾ വരുമ്പോൾ സീറ്റ് കിട്ടാൻ വളരെ എളുപ്പമാണ് MLA എടുത്ത് പറഞ്ഞാൽ എന്നാണ് വരുന്നവരുടെ ധാരണ. കിട്ടില്ല എന്ന് നമുക്കറിയാം. അത് മാർക്കടിസ്ഥാനത്തിൽ മാത്രമേ. അങ്ങനെ പലപ്പോഴും വരുമ്പോൾ ഇതിന് മുമ്പ് 5 കൊല്ലം പോലെ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ സമയത്ത് പല പല സ്കൂളുകളിൽ എങ്ങനെയെങ്കിലും ഒരു സീറ്റ് മേടിച്ചാലും എന്ന് പറയാറുണ്ട്. ഇപ്പോൾ പലരും നമ്മൾ പറഞ്ഞത് ചെറിയ സ്കൂളുകൾ റിസൾട്ട് വന്നു, ജില്ലയിൽ ഫസ്റ്റായി, സംസ്ഥാനത്തിലായി എന്നുള്ളത് ഒരു കാര്യം. അതോടൊപ്പം അതിന് മുമ്പ് തന്നെ നമ്മൾ സുസ്ഥിര പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ സ്കൂളിനെ നമ്മുടെ മണ്ഡലത്തിലെ മോഡൽ സ്കൂളാക്കി കഴിഞ്ഞു. അന്ന് കഴിഞ്ഞ സംസ്ഥാന സർക്കാർ എല്ലാ MLA-മാരോടും എല്ലാം കത്തയച്ചു. നിങ്ങളുടെ സ്കൂളിലെ ഏറ്റവും നല്ല സ്കൂള്, ഏറ്റവും നല്ല ഹൈടെക് സ്കൂളാക്കി മാറ്റാൻ നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശിക്കാം എന്ന് കത്തയച്ചു. അപ്പോൾ ഓരോ MLA-മാർ ഒരുപാട് യോഗങ്ങൾ വിളിച്ചു, അങ്ങനെ കുറെ ചർച്ച നടത്തിയില്ല. പക്ഷേ ഈ കത്ത് വന്നതിന് മറുപടിയായി കത്ത് ചെന്നിട്ട് ആദ്യത്തെ കത്ത് നമ്മുടെ കാരണം ഒന്നും ആലോചിക്കുന്നില്ല, ഒരാളോട് ചർച്ച ചെയ്തുകൊണ്ടില്ല, ആരോട് ആലോചിച്ചാലും ഒരു കിട്ടുമെന്നുള്ളതുകൊണ്ട് കത്ത് കിട്ടി കഴിഞ്ഞ് മടക്കത്തമാതിരി കത്തയച്ചു. ഈ മണ്ഡലത്തിലെ അതായത് വളരെ മണ്ഡലത്തിലെ മാതൃകാ സ്കൂളുകളുള്ളത് SCT സ്കൂളാണ്. എനിക്കത് സംശയമില്ലാതില്ല. കാരണം ഒരുപാട് തവണകൾ വന്നു. ഞാൻ പലപ്പോഴും ക്ലാസ്സുകളുണ്ട്, കെമിസ്ട്രി ക്ലാസ്സുകളുണ്ട്, നീട്ടിന് തയ്യാറാണ്. അപ്പോൾ നമുക്ക് സ്കൂളിൻ്റെ ഒരു കോമ്പിനേഷൻ, അക്കാഡമിക് കോമ്പിനേഷൻ ഒക്കെ കണ്ടാൽ ആ സ്കൂൾ വളരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാവും. ഒരു അധ്യാപകർ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് വളർച്ചയുടെ സാധ്യതയുള്ള ഒരു സ്കൂളിനെയാണ് വളർത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്കൂളിനെ അതിനർത്ഥമായി നിങ്ങളുടെ ശ്രദ്ധ ഇനിയും കൂടുതൽ അനർത്ഥമാക്കണം. ഇപ്പോൾ മണ്ഡലത്തിൻ്റെ അഭിമാനമാണ്, അതുപോലെ ജില്ലയുടെ അഭിമാനമാണ് എന്നതല്ലോ പറയൂ. സംസ്ഥാനത്തിൻ്റെ അഭിമാനം മൂന്നെന്നുള്ളത് ഒന്നാമതുപോലെ സംസ്ഥാനത്തിൽ അഭിമാന സ്കൂൾ എന്നതിൻ്റെ ഈ സ്കൂളിനെ മാറ്റാൻ എപ്പോഴും സ്കൂളിനെ അഭിമാന സ്കൂളായി മാറുക ആ സ്കൂളിൻ്റെ അക്കാഡമിക് എക്സലൻസിലാണ്. എല്ലാവരും ചോദിച്ചോ, അത് എത്ര ബുദ്ധിമുട്ടിയിട്ടായാലും ഒരു സ്കൂൾ നല്ല സ്കൂളാണ് എന്നറിയില്ല. ആ സ്കൂളിൻ്റെ അക്കാഡമിക് എക്സലൻസിലും എക്സലന്റ് ഔട്ട്പുട്ടിലുമാണ്. ഈ സ്കൂള് ആ അർത്ഥത്തിൽ അക്കാഡമിക് എക്സലൻസിലും ഫിസിക്കൽ പ്രസൻസിൻ്റെ എക്സലൻസിലും എല്ലാം നമുക്ക് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളുകളിൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സ്കൂളായി മാറ്റാൻ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും MLA, MP, സംസ്ഥാന സർക്കാരും ചേർന്ന് ശ്രമിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് നിങ്ങളെല്ലാവരും ഈ സ്കൂളിൽ ഒരു എക്സലന്റ് സ്കൂളായി ഒരു സർക്കാർ സ്കൂളിനെ അത്രയും മാറ്റുമ്പോഴാണ് അതിൻ്റെ ഗുണമുണ്ടാകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ വലിയ വിഷയം ഹയർ സെക്കൻഡറി നേടിയതിന് മാതാപിതാക്കളെയും പാരന്റ് PTA അധ്യാപകരെയും അതിനേക്കാൾ ഉപരി നല്ല മാർക്ക് വാങ്ങിയ അതിനോട് ശ്രമിച്ച കൊച്ചുമക്കളെയും എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കണം. അടുത്ത വർഷം ഇവിടെയുള്ള ലക്ഷ്യങ്ങളുടെ എല്ലാവരും നേരത്തെ 100% എത്തിക്കാനുള്ള വലിയ ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ സുസ്ഥിര പദ്ധതിയുടെ ഭാഗമായിട്ട്
ഇവിടെ ഒരുപാട് കമ്പ്യൂട്ടറുകൾ മനസ്സിലേക്ക് തന്നു. ഇപ്പോൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, പ്രിൻസിപ്പൽ പറഞ്ഞു 3 LCD പ്രോജക്റ്റുകൾ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. സപ്ലൈ ചെയ്തത് എത്തിയിട്ടില്ല അറിയാം. ഏത് തരത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ ആ 3 LCD പ്രോജക്റ്റുകൾ പൂർണ്ണമായിട്ട് എത്തിയിരിക്കുന്നത് മാത്രമല്ല, ആ 3 LCD പ്രോജക്റ്റുകളും അതുകൂടാതെ ഹയർ സെക്കൻഡറിക്ക് ഇത്രയും വലിയ വിജയം നേടി എന്നുള്ളതിന് ഇപ്പോൾ തന്നെ 3 കമ്പ്യൂട്ടറുകളും ഇന്ന് പ്രിൻസിപ്പൽ നൽകുകയാണ്. അതായത് ഈ കമ്പ്യൂട്ടറുകളും LCD പ്രോജക്റ്റുകളും എല്ലാം പൂർണ്ണമായിട്ട് അക്കാഡമിക് എക്സലൻസ് മതിയായ